ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം 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 മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധരെ, അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താൽ മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം. കർത്താവിന് മഹത്വം. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ച നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജിവർദ്ധനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സംഭവ ബഹുലമായ ഒരു ലോകത്തിലായിരുന്നു നിങ്ങളും ഞാനും എന്നത് നാം അറിഞ്ഞുകൊള്ളണം. നമ്മെപ്പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചവരിൽ പലരും മരിച്ച് മൺമറഞ്ഞ് ഈ ലോകത്തിൽ നിന്നൊക്കെയും പലരും മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മറ്റും പലരും അകാല മരണങ്ങൾക്കൊക്കെയും ഇരയായിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെന്നൈയിലും മറ്റുമൊക്കെ തുടർ മഴയാണ്. പ്രിയരെ, ഇന്ന് മാത്രമാണ് ഒരല്പ നിമിഷം മഴയൊന്ന് മാറി നിൽക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മഴയുടെ ഒരു കെടുതി ഭയങ്കരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. 18ഓളം പേർ മരണമടഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടവരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോഴും പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് പറയുവാനില്ല. സോ അങ്ങനെ വളരെയേറെ പ്രയാസങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട്. എന്നിരുന്നാലും അതേപോലെ തന്നെ നെറ്റ് ഇഷ്യൂവും നമ്മുടെ മുൻപിലുണ്ട് എന്നത് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് ലൈവിൽ വരാനും ഒരു അല്പ നിമിഷം ലേറ്റായതും അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടും ഒക്കെയാണ്. സോ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഒരല്പ നിമിഷം തിരുവചനമായ ഒരു ചെറിയൊരു ആലോചന മാത്രം നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഞാൻ പ്രസ്താവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പലവിധമാകുന്ന പ്രയാസങ്ങൾ നമ്മുടെ മുൻപിലുള്ളതുകൊണ്ട് വീഡിയോ കട്ടാകാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. സോ എല്ലാ ദൈവമക്കളും ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് എന്തായാലും മഴയുടെ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് അനേകരും കടന്നു വരുവാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, നമുക്കറിയാം. എങ്കിലും പ്രസംഗിക്കുക, നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ദൈവനാമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് ആവശ്യമാണല്ലോ. നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു പഴയ ഒരു തമിഴ് ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. தேற்றிடுங்க 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 என்னையே உந்தன் அபிஷேகிக்கும் பிரசன்னதா தேற்றிடுங்க என்னையே உந்தன் அபிஷേകിക്കും പ്രസന്നതാ തേറ്റിടുക എന്നയെ തേറ്റിടുക 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 എന്നയെ உந்தன் அபிஷேகிக்கும் பிரசன்னதா தேற்றிடுங்க என்னையே உந்தன் அபிஷேகிக்கும் பிரசன்னதா தேற்றிடுங்க என்னையே நான் தனிமையில் வாடும் போது எந்தன் வேதனை அறிவார் ஆருமில்ல உந்தன் அரவணைப்பும் பிரசன்னதா தேற்றிடுங்க என்னையே
അരവണയ്ക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ തേറ്റിടുങ്ക 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 എന്നയെ ഉന്തൻ അഭിഷേകിക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ ഉന്തൻ അഭിഷേകിക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ യോബിൻ സോദനകൾ വന്നാലും എന്നെ അழைத்தவர் என்றுം നടത്തിടുവാൻ യോബിൻ സോദനകൾ വന്നാലോ എന്നെ അழைத்தவர் என்றும் നടത്തിടുവാൻ ഉന്തൻ ആദരിക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ ഉന്തൻ ആദരിക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ തേറ്റിടുങ്ക 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 എന്നയെ ഉന്തൻ അഭിഷേകിക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ ഉന്തൻ അഭിഷേകിക്കും പ്രസന്നത്താൽ തേറ്റിടുങ്ക എന്നയെ நான் நேசிக்கும் அன்பர்களே இழந்து நான் அடுத்து காத்தரும் போது நான் நேசிக்கும் அன்பர்களே இழந்து நான் அழுது காத்தரும் போது உந்தன் ஆறுதலே பிரசன்னத்தால் தேற்றிடுங்க என்னையே உந்தன் ஆறுதலே பிரசன்னத்தால் தேற்றிடுங்க என்னையே தேற்றிடுங்க 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 என்னையே உந்தன் அபிஷேகிக்கும் பிரசன்னத்தால் தேற்றிடுங்க என்னையே உந்தன் அபிஷேகிக்கும் பிரசன்னத்தால் தேற்றிடுங்க എന്നയെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ തിരുവചനവുമായി അടിയിൽ കടന്നു വരുന്നു കർത്താവേ. അപ്പ ഇന്നത്തെ വചനം കേൾക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവർ എത്രയും വേഗം കടന്നു വരട്ടെ. വചനം ഘോഷിക്കുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരും കഴുകി മുദ്രയിട്ടാട്ടെ. ഇന്നത്തെ വചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്നും പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്നും പ്രാർത്ഥിക്കും.
കൃപയാൽ നിറച്ചാട്ടെ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് വളരെയേറെ പ്രകൃതി നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും നമുക്ക് ഏത് സമയവും വീഡിയോ കട്ടാകാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാത്തെയും കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ലൈവ് ഞാനിവിടെ ചെയ്യുന്നത്. തന്നെ സത്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല. എങ്കിൽ പോലും ഒരല്പനിമിഷം വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. എൻ്റെ ഗ്രൂപ്പിൻ്റെ അംഗങ്ങൾ എലിസബത്ത് സിസ്റ്ററുണ്ട്, അനിത സിസ്റ്ററുണ്ട്, നമ്മുടെ ശാന്തമ്മ വേലു സിസ്റ്ററുണ്ട്, ബാബു ബ്രദറുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഈ മെസ്സേജിൻ്റെ ലിങ്ക് എടുത്ത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഒന്ന് ഇടണമേ എന്ന് ദൈവനാമത്തിൽ താഴ്മയോടുകൂടെ അറിയിക്കുന്നു. കാരണം അഡ്മിന്മാരാരും ഓൺലൈനിൽ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ഉപകാരം ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളെ കുറിച്ചാണ്. ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിയരെ, സകല മനുഷ്യർക്കും ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസം ഉണ്ടായിരിക്കും. അത് ഒരു പക്ഷേ സന്തോഷമായിരിക്കാം, ഒരു പക്ഷേ ദുഃഖമായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനംതോറും അത് ഓർമ്മിക്കുന്ന ഒരു ദിവസമായി മാറും. പ്രിയ ദൈവ പൈതലെ, വിശുദ്ധ വേദ പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുൻപാകെ വലിയവനാക്കി. അവൻ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, യോശുവയുടെ ജീവിതത്തിൽ കാലഘട്ടങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ രണ്ടായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ ശുശ്രൂഷകനായിരുന്ന ഒരു കാലവും മോശയുടെ മരണാനന്തരം ദൈവസന്നിധിയിൽ മോശ ചെയ്ത അതേ ശുശ്രൂഷയെ വാഗ്ദത്തത്തിലേക്ക് വഴി നടത്തുന്ന, അതായത് രണ്ടാമത്തെ കാലവും. അങ്ങനെ രണ്ട് കാലഘട്ടമായിട്ട് മോശയുടെ ചരിത്രത്തെ നമുക്ക് യോശുവയുടെ ചരിത്രത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, യോശുവയുടെ ജീവിതത്തിൽ യോശുവയുടെ പിൽക്കാലത്തുള്ള ആയുഷ്കാലത്തെ സ്വാധീനിച്ചിരുന്ന ഒരു ദിവസം യോശുവയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ഓർമ്മിക്കാനായിട്ട് കഴിയും. ആ ദിവസത്തെയാണ് അന്ന് യഹോവ യോശുവയെ on that day, ആ ദിവസത്തിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യോശുവയ്ക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ ഡേ, ഒരു ദിവസത്തെ ഒരുക്കി വെച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവനെ യോശുവയെ വലിയവനാക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നമുക്ക് വേണ്ടി ഒരു ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ, പ്രത്യാശയുള്ളവർ, നിശ്ചയമുള്ളവർ ആമേൻ പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. ദൈവ പൈതലെ, യോശുവയെ മാനിക്കുവാൻ അഥവാ വലിയവനാക്കുവാൻ വേണ്ടി ഒരു ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളിൽ പലരും പറയുന്നൊരു കാര്യമാണ്. അതായത് നമുക്കൊരു കഷ്ടം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ, ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുമ്പോൾ, എന്റെ പ്രിയരെ, നാം എന്ത് ചെയ്യും? കർത്താവിനെ കുറ്റം പറയും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും നമ്മളെ തേടി വരുമ്പോൾ നാം എന്ത് ചെയ്യും? ഓ, ദൈവം നല്ലവനാ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു, നന്മ ചെയ്തിരിക്കുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു കഷ്ടം വരട്ടെ, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കാണുവാൻ കഴിയും. കുഞ്ഞെ, ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ നിനക്ക് വേണ്ടി ദൈവം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അത് നീ പ്രാപിച്ചെടുക്കുവാൻ ദൈവസന്നിധിയിൽ താണിരിക്കണം. സങ്കീർത്തനം 95-ന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ
ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇസ്രായേലിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ചില ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ നാശത്തിനും കാരണമായിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, മസാനാളിൽ അവനെ കോപിപ്പിച്ച് അവന്റെ ദൈവത്തിന് നിങ്ങളോട് നീരസമുണ്ടായി അവിടെ നിന്നും നിങ്ങൾ താഴേക്ക് പോകുവാൻ തുടങ്ങി എന്നാണ് അവിടെ വചനത്തിൽ വായിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസം നമുക്ക് മറക്കുവാൻ കഴിയാത്ത ആ ദിവസം എന്ന് പറയുന്നത് പ്രിയരെ ഒരു പക്ഷെങ്കിൽ ഒരു കറുത്ത ദിവസമായി എന്ന് മാറാൻ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഒരു കരിനിഴൽ വീണ ദിവസമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ അത് ഒരു വിവാഹ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജന്മ ദിവസമായിരിക്കാം, ചിലപ്പോൾ അപമാനങ്ങൾ ഉണ്ടായ ഒരു ദിവസമായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നിന്ദകൾ ഉണ്ടായ ഒരു ദിവസമായിരിക്കാം, ഒരു അപകടത്തിന്റെ സൂചന അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായ ഒരു ദിവസമായിരിക്കാം, അനർത്ഥങ്ങൾ ഉണ്ടായ ഒരു ദിവസമായി മാറാം, ദീർഘനാൾ കിടപ്പിലായിരുന്ന ആ ദിവസമായിരിക്കാം, പ്രിയരെ ജോലി നഷ്ടപ്പെട്ട ദിവസമായിരിക്കാം, പരീക്ഷയിൽ തോറ്റുപോയ ഒരു ദിവസമായിരിക്കാം. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകാതിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ച ഒരു ദിവസമായിരിക്കാം. എനിക്ക് പറയുവാനുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു നിമിഷം പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കർത്താവിനെ ആരാധിച്ചത് കൊണ്ട് എന്റെ ജോലി നഷ്ടപ്പെട്ട ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഒരുപാട് ദുഃഖിച്ച ദിവസമാണ്. കണ്ണുനീര് വാരി എറിഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. കാരണം ഞാൻ അപ്പനോട് പറഞ്ഞു കരഞ്ഞതാട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന പേരിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന പേരിൽ ഒരു നല്ല ഒരിടത്തുനിന്ന് എന്റെ ജോലി പറിച്ചു കളയുവാൻ ഇടയായി തീർന്നു. ഇന്ന് വരെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ആ വിഷയം പറഞ്ഞിട്ട് പോലില്ല. കാരണം പറയാതിരുന്ന അവർക്ക് അറിയണ്ട, അവരാരും ആ വിഷയം അറിയണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്താണ് കാരണമെന്ന് അവർക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്താണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ മാനേജ്മെന്റിനോട് പോയി പറഞ്ഞു കൊടുത്ത് ഞാൻ ഡ്യൂട്ടി സമയത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ നല്ല ശമ്പളത്തിലുണ്ടായിരുന്ന നല്ല ഒരു ജോലി, നല്ല പ്രൊഫഷൻ, നല്ല ഹൈ പ്രൊഫഷനിലിരിക്കുമ്പോൾ എന്റെ ജോലി നഷ്ടപ്പെട്ട ഒരു നിമിഷമുണ്ട്. എന്റെ പ്രിയരെ, അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ നമ്മുടെ മുൻപിലില്ലേ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദിനങ്ങളൊക്കെ ജീവിതത്തിൽ മുറിവുകൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ദിനങ്ങളായിരുന്നു. നമ്മുടെ ജീവിതത്തെ ഒരുപാട് വേദനിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഒരു തരത്തിലും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ലെന്ന് ചിന്തിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ യോശുവയുടെ ജീവിതത്തിൽ തന്നെ വലിയവനാക്കുവാൻ ദൈവം ഒരു ദിവസത്തെ ഒരുക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ വൈദ്യരെ, വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ മാറുന്ന, എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ മാറുന്ന ഒരു ദിവസം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഇസ്രായേലിലെ ദൈവം, അതായത് ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് പറയുവാനായി കഴിയും, ഇസ്രായേലിന്റെ ദൈവം അടിമ എന്ന നിലവാരത്തിൽ നിന്നും സൈന്യം എന്ന നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഗ്ലോറി, ഹല്ലേലൂയ. ഏതാണ്ട് 4 നൂറ്റാണ്ടോളം അവൻ അടിമ എന്ന പേർ വിളിക്കപ്പെട്ട മിസ്രൈമിൽ കാണപ്പെട്ടു. എന്നാൽ പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രിയരെ പെസഹായും ചോരത്തളിയും നടന്നു. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അടിമയിൽ നിന്ന് സൈന്യമായി മാറുവാൻ ഹല്ലേലൂയ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉറക്കെ പറഞ്ഞാട്ടെ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നേ. ഹല്ലേലൂയ. നമ്മുടെ ഈ കഷ്ടങ്ങൾ എന്നും ഇങ്ങനെ തുടരത്തില്ല. നമ്മുടെ ഈ പ്രയാസ മേഖലകൾ എന്നൊക്കെ മാറുന്നേ. നമ്മുടെ കടനൊക്കെ മാറും, അടച്ചു തീർക്കുവാൻ കഴിയും. ദൈവം നമ്മളെ ഉയർത്തി മാനിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ നിന്ദകളൊക്കെ മാറും. ചിലരൊക്കെ, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുകയാ. മാതാപിതാക്കൾ ഒരുപക്ഷെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, കർത്തൃസന്നിധിയിൽ നിലകൊള്ളുന്നവരായിരിക്കാം. പക്ഷേ
കുഞ്ഞുങ്ങൾ ആ വഴിയിലൊന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ താങ്കളുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ, പറഞ്ഞാൽ കേൾക്കാത്ത അനുസരിക്കാത്ത കുഞ്ഞുങ്ങളായി തീരുമ്പോൾ, ഹല്ലേലൂയ ദൈവമക്കളെ, ആ ദിവസത്തെ ഓർത്ത് മാതാപിതാക്കൾ ദിനം തോറും ഭാരപ്പെടുന്നതെ കാണുവാനായിട്ട് കഴിയും. കുഞ്ഞെ പ്രതിസന്ധികളെ നോക്കി, നിന്ദകളെ നോക്കി, അപമാനങ്ങളെ നോക്കി ഒന്ന് ഉറക്കപ്പറ, എന്റെ ദൈവം പ്രശ്നങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലെ, മോശ ജനിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3 മാസം അപ്പനും അമ്മയും തന്നെ ഒളിപ്പിച്ചു. 3-ാം മാസം കഴിഞ്ഞ് ഞാങ്ങണപ്പെട്ടിയിൽ നൈൽ നദിയിൽ തന്നെ ഒഴുക്കി വിട്ടു. ആ ദിവസം മോശയുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ദിവസമായി മാറിയെന്ന് വേണം പറയുവാനായിട്ട്. പ്രിയരെ, ഫറവോന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ദിവസം മോശ കൊല്ലപ്പെടത്തില്ല എന്ന് ഉറപ്പുവരുത്തിയ ദിവസമായിരുന്നു. പ്രിയ ദൈവ പൈതലെ, മോശ വളർന്നു. കാലങ്ങൾ കഴിഞ്ഞ് നെറ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മോശ വളർന്നു. കാലങ്ങൾ കഴിഞ്ഞ് തന്റെ സഹോദരന്മാരെ കാണുവാനായിട്ട് മോശ പോകുന്നു. അതൊരു ദിവസം പ്രിയരെ അന്ന് അവിടെ ഉണ്ടായ വഴക്കിൽ മോശ എന്താ ചെയ്തത്? ഹല്ലേലൂയ, അവരുടെ ആ വഴക്കിൽ ഇടപെടുകയുണ്ടായി. അതൊരു ദിവസം. മോശയെ കൊട്ടാരത്തിൽ നിന്നും ഇറക്കുന്ന ദിവസം. എന്റെ പ്രിയരെ, പിന്നീട് മോശയെ നാം കാണുന്നത് മിദ്യാന്യ പുരോഹിതന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആടുകളെ മേയിച്ച് ആ മരുഭൂമിക്കപ്പുറം കടന്ന്, അത് അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു. ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ, ആമേൻ പറഞ്ഞാട്ടെ. ഹോരോബിൽ മുൾപടർപ്പ് ഹല്ലേലൂയ കത്താതെ എരിയുന്നത് മോശ കാണുവാനായിട്ട് ഇടയാത്തിരുന്ന ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം നമുക്കൊന്ന് പാടി നമുക്ക് മുൻപോട്ട് പോകാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അബ്രഹാം അന്ന് മെമ്രയിലിരുന്ന് തേജോമായ നാം യേശുവെ കണ്ടു. മോശ ഒരു നാൾ മുള്ളുകൾക്കിടയിൽ യേശുദേവനെ കണ്ടു വണങ്ങി. മോശയൊരു നാൾ മുള്ളുകൾക്കിടയിൽ യേശുദേവനെ കണ്ടു വണങ്ങി. നീതിയോടു വാഴുമെൻ രാജൻ, നീതി സൂര്യനം എൻ യേശുരാജൻ. പ്രിയമുള്ള ദൈവമക്കളെ, മോശ മുൾപടർപ്പിന്റെ അരികിലേക്ക് ചെന്നു. അത് മോശയുടെ ജീവിതത്തിലെ ഗതി മാറുന്ന അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു. അവൻ പറഞ്ഞാട്ടെ ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, മോശയുടെ ജീവിതം പോലെ ഉയർച്ചയും താഴ്ചയും അനുഭവിച്ച പല ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇന്ന് പകൽക്കാലം അല്പമായി നമുക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, മോശ വെട്ടിയെടുത്ത വടി അത് അത്ഭുതങ്ങളുടെ വടിയായി മാറി. പ്രൈസ് ദി ലോർഡ്. മോശ ഭയന്ന് ഓടിപ്പോരുന്ന മിസ്രൈമിലേക്ക് തിരികെ വരുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മോശയുടെ നഷ്ടപ്പെട്ട സഹോദരന്മാരെ ദൈവം തിരികെ നൽകി. എന്റെ പ്രിയരെ, മോശ ഒരു അത്ഭുത മനുഷ്യനായി മാറുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. വിശ്വാസത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ പ്രിയരെ, അവൻ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, എന്റെ ജീവിതം എന്ന് പറയുന്നതിനെ, എന്റെ ജീവിതം ഒരു അഭിഷേകം നിറഞ്ഞ ഒരു ജീവിതമായി മാറാൻ പോകുകയാണ്. എന്റെ കർത്താവ് മോശയുടെ ജീവിതത്തെ അത്ഭുതം ചെയ്തെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എന്റെ ജീവിതത്തിൽ ഒരു വലിയ മിറക്കിൾ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഹറോനെ ദൈവം മോശയ്ക്ക് നൽകിയതുപോലെ നമ്മുടെ അല്ലെങ്കിൽ നമുക്കും നഷ്ടമായതിനെ തിരികെ തരുവാൻ ദൈവം സർവശക്തനാണ്. ആട്ടിടയൻ എന്ന ഇടത്തു നിന്ന് ജനത്തെ അതായത് ജനത്തെ വഴി നടത്തുന്ന
ന്യായപാലകൻ എന്ന നിലവാരത്തിലേക്ക് മോശയെ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരു അത്ഭുതം മോശയുടെ ജീവിതത്തിൽ ചെയ്തു. തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നാളുകളായി കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് വിടുതൽ ഹല്ലേലൂയ നൽകുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ആരോട് നിന്റെ വിഷയം എന്താണെന്ന് നീ പറയാതെ, നിന്റെ വേദന എന്താണെന്ന് ആരോടും പറയാതെ, സ്വന്തം ഭാര്യയോട് പോലും പറയാതെ, സ്വന്തം ഭർത്താവിനോട് പോലും പറയാതെ, രാത്രിയുടെ ദിനങ്ങൾ കിടന്നിറങ്ങുവാൻ കിടന്നാൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദിനരാത്രങ്ങൾ സഹോദരനെ, സഹോദരിയെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നിന്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറും. അത് സന്തോഷത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു ചരിത്രം കാണുവാൻ കഴിയും. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. ആദാർ മാസമായ ആദാർ മാസം ആയോ 12-ാം മാസം 13-ാം തീയതി രാജാവിന്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചത് നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ പ്രിയരെ, യഹൂദ ജനത്തെ കൊന്നുമടിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണ് ഇവിടെ ഹാമാനും കൂട്ടരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുള്ള സകല സംഗതികളും ഒരുക്കി വെച്ചിട്ട് ഹാമാൻ നോക്കിയിരിക്കുകയാണ്. യഹൂദ ജനത്തെ നശിപ്പിക്കണം, ഒന്നടങ്കം സകലരെയും നശിപ്പിക്കണമെന്നത് ഹാമാന്റെ നേതൃത്വത്തിൽ യഹൂദന്റെ ശത്രുക്കൾ നിർണയിച്ച ഒരു ദിവസമായിരുന്നു അത്. പക്ഷേ ആ ദിവസം യഹൂദൻ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നത് ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ ആലോചനകൾ, എന്റെ പ്രിയരെ, അബദ്ധമായ ഒരു ദിവസം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഹാമാന്റെ കഴുമരത്തിൽ അവൻ തന്നെ തൂങ്ങുന്ന ഒരു ദിവസമുണ്ടായി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, വിശ്വസിച്ചാട്ട് ശത്രു നിന്റെ മേൽ അടിച്ചമർത്തുന്ന ചില അബദ്ധങ്ങളുടെ കണക്കുകൾ ഇന്ന് പൊട്ടി തകരുന്ന ഒരു ദിവസം വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, എന്റെ പ്രതികൂലങ്ങൾ മാറുന്ന ഒരു ദിവസമുണ്ട്. വിശ്വസിച്ചാട്ടെ. യഹൂദന്മാർ ഒന്നടങ്കം എന്ത് ചെയ്തറിയാമോ? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, രട്ടിലും വെണ്ണീരിലും ഇരുന്നു. തലയിൽ പൂഴി വാരിയിട്ട് വസ്ത്രം വലിച്ചു കീറിയെന്ന വചനം വ്യക്തമാക്കുന്നു. ഒരു കഷ്ടം വരുമ്പോഴേ, ഒരു പ്രയാസം നേരിടുമ്പോൾ എന്റെ കുഞ്ഞിനെ മാറിയിരുന്ന മുട്ടിന്മേലിരുന്ന് കരയണം, കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലാതെ പോകുന്ന ഇന്നത്തെ കാലം വന്നപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആരും സമയങ്ങളെ കണ്ടെത്താറില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ആർക്കും അതിന് സമയവുമില്ല. ആരുടെയെങ്കിലും നമ്പർ എടുത്ത് വെച്ച് വിളിച്ച് അവരോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ഇവര് മാറിയിരിക്കും. അങ്ങനെയല്ല എന്റെ പ്രിയരെ. ഇസ്രായേൽ ജനത്തിന് യഹൂദന്മാരുടെ നടുവിൽ അവർക്കൊരു പ്രശ്നം നേരിട്ടപ്പോൾ അവരുടെ രാജവടക്കം അവരുടെ എല്ലാ ജനങ്ങളും ചേർന്നിരുന്ന ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞേ, സ്വർഗത്തിലെ അപ്പൻ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ശത്രുവിന്റെ ശക്തികൾ തകർന്നു പോകുന്ന ഒരു ദിവസം ഉണ്ടെന്നേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഹഗായി പ്രവചനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവീൻ. ഹല്ലേലൂയ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവം ഇവിടെ ഒരു ദിവസത്തെ നിർണയിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കുഞ്ഞേ, ജീവിതത്തിൽ ശാപകാലങ്ങളിലും വ്യർത്ഥ അവസ്ഥകൾ മാറുവാൻ ദൈവം
ദൈവം ഒരു ദിവസത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദിവസം യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസമാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവിക ബന്ധത്തിനായി നീ അടിസ്ഥാനമിട്ട്, മാനസാന്തരത്തിന് നീ അടിസ്ഥാനമിട്ട് നിന്റെ ജീവിതത്തിലേക്ക് നീ വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം എഴുതുകയാണ്. ആമേൻ. നിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത, എന്നും ഓർമ്മിക്കുന്ന ഒരു ദിവസം നിനക്ക് വേണ്ടി ദൈവം എഴുതി വെക്കും. പുതിയ ഒരു മനുഷ്യനായി, ഒരു പുതിയൊരു വ്യക്തിയായി നീ മാറുന്ന ദിവസം. ഹല്ലേലൂയ. ആ വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിൽ, അവന്റെ കളപ്പുരയിൽ മാറ്റം ഉണ്ട്, അവന്റെ അത്തിവൃക്ഷത്തിൽ മാറ്റമുണ്ട്, അവന്റെ മാതളത്തിൽ മാറ്റമുണ്ട്, അവന്റെ മുന്തിരിവള്ളിയിൽ മാറ്റമുണ്ട്. ഉറക്കെ പറഞ്ഞാട്ട് ദൈവ പൈതലേ, എന്റെ ഹല്ലേലൂയ, എന്റെ ദൈവത്തെ അഭിമുഖമായി കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. അവർ ആ ദിവസത്തിന് വേണ്ടിയാ നിങ്ങൾ ഞാനും കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ്, നമ്മുടെ കർത്താതി കർത്താവ്, രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി ഒരു ഇടത്തെ, ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട് ആ ദിവസത്തിനായിട്ടാണ് നിങ്ങൾ ഞാൻ കാത്തിരിക്കുന്നത്. Praise the Lord. Hallelujah. മലാക്കി പ്രവചനം 4-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Praise the Lord. ശത്രുവിനെ ചവിട്ടുന്ന ഒരു ദിവസമുണ്ട്. Praise the Lord. Hallelujah. Hallelujah. എന്റെ പ്രിയരെ, അത് പാമ്പാകട്ടെ, തേളാകട്ടെ, സിംഹങ്ങളാകട്ടെ, അല്ല സിംഹമാകട്ടെ, അണലിയാകട്ടെ, ശത്രുവിന്റെ ഏത് ബലവും ആകട്ടെ, അതിനെ ചവിട്ടി മെതിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവ പൈതലെ, നിന്റെ കുടുംബത്തിന് വിരോധമായി പോർ വിളിക്കുന്ന അശുദ്ധാത്മാക്കളെ ചവിട്ടുന്ന ഒരു ദിവസം നിന്റെ മുൻപിലുണ്ട് സഹോദരി. ഹല്ലേലൂയ. നിന്റെ തലമുറകളെ മുടിച്ച് വേലിക്കെട്ടിനകത്ത് ഉരുക്കി കളയുമെന്ന് വെല്ലുവിളിക്കുന്ന, ഹല്ലേലൂയ, അന്ധകാരങ്ങളെ ചവിട്ടുന്ന ഒരു ദിവസം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന് നിന്റെ കണ്ണു മുന്നേ നീ അത് കാണാൻ പോകുക. അല്ലെങ്കിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. പിശാചേ, കാലമേറെയായി എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ സഭയ്ക്കെതിരെ, എന്റെ സമൂഹത്തിനെതിരെ, ഹല്ലേലൂയ, നീ യുദ്ധം മുഴക്കി തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. എന്റെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് സാത്താനെ, എന്റെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദിവസം, അന്ന് നീ എന്റെ കാലിന്റെ കീഴേ വെണ്ണീറായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 7, അതായത് 3:7 അതിന്റെ വാഗ്ദത്തം നിറവേറുന്നത് 4:14 സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം. പലരും പറയുന്നത് വാഗ്ദത്തം നിറവേറുന്നില്ല എന്ന. ദൈവം എനിക്ക് മാത്രം ചെയ്യത്തില്ല, എന്നോട് മാത്രം കർത്താവ് ഒന്നും ചെയ്യത്തില്ല, എനിക്ക് മാത്രം ദൈവം എന്താ ചെയ്തിരിക്കുക എനിക്കറിയത്തില്ല, ഒരു വാഗ്ദത്തവും എന്നോടില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നിറവേറിയ എന്ന് പറയുന്നവരുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വാഗ്ദത്തം നിറവേറുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ മേൽ ദൈവം എന്ത് പദ്ധതിയാണോ വെച്ചിരിക്കുന്നത് അത് നിറവേറുവാൻ ദൈവം ഒരു ദിവസത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ജീവിതത്തിൽ പല നാളുകൾ മനുഷ്യൻ നമ്മെ ചെറുതാക്കിയ നാളുകൾ ഉണ്ടാകാം. ഒരു പക്ഷേ കുടുംബത്തിലാകാം, നാം ജോലി ചെയ്യുന്ന ഇടത്തിലാകാം, നമ്മുടെ സഭയിലാകാം, നമുക്കെതിരികൾ, അല്ലെങ്കിൽ നാം എന്ത് പറഞ്ഞാലും നമ്മളെ കൊച്ചാക്കി കളയാൻ, നമ്മളെ ചെറുതാക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചനയുള്ളത്. ഹല്ലേലൂയ. കുഞ്ഞേ, നീ ആരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അവരെ ദൈവം ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതി അഥവാ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്
അതിനായി ഈ നാളുകളായി നീ കാത്തിരിക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. ഇവിടെ പ്രകൃതി വളരെ മോശമായതുകൊണ്ട് പ്രൈസ് ലോർഡ് ദൈവമക്കളെ വീഡിയോ കട്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നെറ്റ് ഇഷ്യൂവും വളരെ വലുതായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമ്മളെ ആര് നമ്മളെ അപമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മളെ നിന്ദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മാനസാന്തരത്തിനായി ഈ നാളുകളായി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശിഷ്യനായ തീമോഥെയോസിന് എഴുതുമ്പോൾ, എന്റെ പ്രിയരെ തീമോഥെയോസേ, ഇവിടെയൊക്കെ ഞാൻ അടി വാങ്ങിയതാ. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ ഞാൻ കിടന്നതാ, സുവിശേഷ നിമിത്തം ഞാൻ അപമാനപ്പെട്ടതാ, ചങ്ങല ധരിച്ചവനാ. ആമേൻ. കാട്ടിലെ ആപത്ത്, കപ്പലിലെ പ്രതികൂലം എല്ലാം ഞാൻ സഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ മുറിവേറ്റവനായി ജനങ്ങൾ എന്നെ കണ്ടിട്ട് പട്ടണത്തിൽ നിന്നും പുറത്താക്കി. ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്നെ വലിച്ചെറിഞ്ഞു. എന്റെ ദൈവം ഒരു ദിവസത്തെ എനിക്കായി ഒരുക്കി വെച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവം ഒരു ദിവസത്തെ എനിക്കായി ഒരുക്കി വെച്ചു. നീതിയുടെ കിരീടം ധരിച്ചവനായി കർത്താവിന്റെ ആ മേഘ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും മൺമയമായ ഈ ശരീരം, എന്റെ പ്രിയരെ, രൂപാന്തരം പ്രാപിച്ച് വിൺമയമായ ശരീരം ഞാൻ പറന്നുയരുന്ന ദിവസം ഹല്ലേലൂയ നമ്മുടെ മുൻപിലുണ്ട്. നമുക്കൊരു പാട്ടിന്റെ ഒരു ലൈൻ കൂടെ പാടി ഹല്ലേലൂയ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്കത് പാടിയാൽ മതി. 1-2 നിമിഷങ്ങൾ കൂടെ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന രാജ്യം കണ്ണീരില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മരണമില്ലാത്ത, എന്റെ പ്രിയരെ ശവക്കോട്ടയെ സെമിത്തേരി ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ കർത്താവ് ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ കർത്താവ് തന്നെ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തന്നെ വെളിച്ചമാണ്. ആകയാൽ എന്റെ പ്രിയരെ, സകലതും എന്റെ കർത്താവാണ്. എന്റെ ഓൾ ഇൻ ഓൾ നമ്മുടെ കർത്താവ് തന്നെയാണ്. ആകയാൽ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് നമുക്ക് പോകണ്ടേ പ്രിയരെ, നമുക്ക് അവിടേക്ക് പ്രവേശിക്കണ്ടേ. എന്റെ താഴ്ചയുള്ള ഈ ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ അരുമനാഥനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസം, ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശയുടെ ദിവസമാണത്. പ്രൈസ് ദി ലോർഡ്. മുഴുക്ക നമ്മൾ പ്രത്യാശ വെക്കുന്നത് നമ്മുടെ അരുമനാഥന്റെ മുഖത്തെ കാണുമെന്നുള്ള ആ പ്രത്യാശ എന്റെ പ്രിയ സഹോദരങ്ങളെ. ആകയാൽ അവൻ നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ആ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ നമുക്ക് വേണ്ടി കർത്താവ് ഒരു ദിവസത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യാശയോടുകൂടെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പഴയ ഗാനത്തിന്റെ ഒരു ലൈൻ കൂടെ പാടി, 1-2 ലൈൻ പാടി നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ, മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർത്തുമേ. ഹായന്താനന്ദം, ഹായന്തു മോദമേ, ഹായന്താനന്ദം, ഗ്ലോറി, ഹായന്തു മോദമേ. ദൂതഗണത്തിൻ മുൻപിൽ ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ, ദൂതഗണത്തിൽ മുൻപിൽ ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ഈ ലോക ജീവിതം പുല്ലിന് തുല്യമേ, ലോക ജീവിതം പുല്ലിന് തുല്യമേ. വാടിപ്പോകും പൂവെ പോലെ മാഞ്ഞു പോകുമേ, വാടിപ്പോകും പൂവെ പോലെ മാഞ്ഞു പോകുമേ. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ,
മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. പ്രിയമുള്ള ദൈവമക്കളെ, മണ്ണാകുന്ന ഈ ശരീരം നമ്മളെ വിട്ടു പോയാലും തേജസ്സിന്റെ മഹിമ ധരിച്ച ഒരു ശരീരം ദൈവം നമുക്കായി തരും. എല്ലാവരും കണ്ണുകളടച്ചട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകികളിൽ ഞങ്ങൾ കേട്ടതായി വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാണ് കർത്താവേ. പ്രത്യാശയിൽ വളരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് അയച്ചാൽ സഹായിക്കണം കർത്താവെ. ഈ പേജിനെ അനുഗ്രഹിച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചം പൊതിഞ്ഞാട്ടെ. അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. സകലത യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന് പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം, നിങ്ങളുടെ കമൻസോ നിങ്ങളുടെ ആരൊക്കെ ഉണ്ടായിരുന്നു പോലും എനിക്കറിയില്ല. പിന്നെ എനിക്ക് നന്ദി പറയാൻ 1-2 പേരുണ്ട്. എൻ്റെ പറഞ്ഞിട്ട് വേണം ഞാൻ അവസാനിപ്പിക്കുവാൻ. എൻ്റെ പ്രിയരെ, ഇതുവരെയും മെസ്സേജ് ആരംഭം മുതൽ അവസാനം വരെ ഇത്ര തിരക്കിനിടയിലും എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന, വചനം കേട്ടുകൊണ്ടിരുന്ന പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ജോസഫ് ചാക്കോ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം എൻ്റെ കൂട്ടായ്മയുടെ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗമാണ്. എല്ലാ ദിവസവും കർത്തൃദാസന്റെ പാട്ടും പ്രാർത്ഥനയും ഗ്രൂപ്പിൽ മുഴങ്ങി കേൾക്കുന്നത് അത് വലിയൊരു അനുഗ്രഹവും നന്മയുമാണ്. ആരംഭം മുതൽ അവസാനം വരെ വചനത്തിന്റെ മുൻപിൽ താണിരിക്കുവാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ. പ്രിയ കർത്തൃദാസനോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയും വീക്ഷിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർ, അതേപോലെ ഈ പേജിന്റെ ആത്മനായി പ്രവർത്തിക്കുന്ന പ്രിയ സാജു ബ്രദർ, കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. അനേകർക്കും പങ്കെടുക്കുവാൻ കഴിയാത്തത് അത് മഴയുടെ കെടുതി കൊണ്ട് തന്നെയാണ്. ഞാൻ ആരംഭിച്ചപ്പോൾ ആൾ കുറവാണെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പ്രകൃതിയുടെ ഈ കുഴപ്പങ്ങളൊക്കെ കണ്ടപ്പോൾ വീഡിയോ കട്ടാവും തന്നെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അപ്പോൾ വിചാരിച്ചു, ഇടയ്ക്ക് വെച്ച് അത് ഞാനിതങ്ങ് ഫിനിഷ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ദൈവം നടത്തും, അവസാനം വരെ മെസ്സേജ് ചെയ്തിടാം, പിന്നാണെങ്കിലും മെസ്സേജ് എല്ലാവരും കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വചന ശുശ്രൂഷയ്ക്കാൻ ഒരുങ്ങിയത്. മാത്രമല്ല, എൻ്റെ അഡ്മിന്മാരിൽ 2-3 പേർ സുഖമില്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് അവർ 3 പേരും ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റിലും ആയതുകൊണ്ട് അവർ കൂട്ടിത്തരത്തിലും നമ്മളോടൊപ്പം സഹകരിക്കാൻ കഴിയാതെ പോയതും എൻ്റെ വിഷമം ഉണ്ടായ ഒരു കാര്യമായിരുന്നെങ്കിലും സാരമില്ല. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ ഉത്സാഹിതരായി കാണപ്പെട്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവേറ്റവും ആസനമായിരിക്കുന്നു പ്രിയരെ. കർത്താവിന്റെ വരവിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. വിശുദ്ധിയോട് വേർപാടോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ രാത്രി 9 മണി ആകാൻ സാധ്യതയെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതുവരെയും കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.